Hi students, we are discussing hire purchase system. Okay, hire purchase system എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തൊരു അസറ്റ് വാങ്ങുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മെഷീനറി വാങ്ങുന്നതിന് പകരം നമ്മളെന്ത് ചെയ്യുന്നു, ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഡിഫേർഡ് പേയ്മെൻ്റ് ആയിട്ട് മന്ത്ലിയോ ഇയർലിയോ ഹാഫ് ഇയർലിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഈ പറയുന്ന ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം രണ്ട് രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ. അത് നമുക്ക് ഇൻട്രസ്റ്റ് എത്ര വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ടോട്ടൽ ക്യാഷ് പ്രൈസ് ഹയർ പർച്ചേസ് പ്രകാരം വാങ്ങിക്കുമ്പോൾ ക്യാഷ് പ്രൈസ് എത്രയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ, അങ്ങനെയാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് എത്ര വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ. സോ നമുക്ക് രണ്ട് രീതിയിൽ ഇൻട്രസ്റ്റ് വരാനുള്ള പ്രോബ്ലം വരാറുണ്ട്. സിറ്റുവേഷൻ രണ്ട് തരത്തിലുള്ള പ്രോബ്ലമാണ് വരിക. ഒന്ന്, വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ്, പ്രോബ്ലത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ ക്യാഷ് പ്രൈസും തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് എമൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ചില സമയത്ത് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവില്ല, ടോട്ടൽ ക്യാഷ് പ്രൈസും ഇൻസ്റ്റാൾമെൻറ്റും മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, ഇതാണ് പ്രോബ്ലം. നമുക്ക് നേരെ പ്രോബ്ലത്തിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടോട്ടൽ ക്യാഷ് പ്രൈസും ഇൻസ്റ്റാൾമെൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പ്രോബ്ലം, ആൻഡ് പ്രോബ്ലത്തിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു പ്രോബ്ലം നോക്കാം. എ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ ഹയർ പർച്ചേസ് ഫ്രം സെഡ് ലിമിറ്റഡ്. എ ലിമിറ്റഡ് ഒരു മെഷീൻ വാങ്ങിച്ചു, ഹയർ പർച്ചേസ് പ്രകാരമാണ് വാങ്ങിച്ചത്, ഫ്രം സെഡ് ലിമിറ്റഡ് ഓൺ January 1st, 2016, പേയിങ് ₹8,000 immediately and agreeing to pay 3 annual installments of ₹8,000 each on December 31st. അതായത് എ ലിമിറ്റഡ് ഒരു മെഷീൻ വാങ്ങിച്ചു ഹയർ പർച്ചേസ് പ്രകാരം, സെഡ് ലിമിറ്റഡ് എന്നാണ് വാങ്ങിച്ചത്. January 1, 2016 ഇത് വാങ്ങിച്ചത്. 8,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങിച്ചു. ആൻഡ് എഗ്രീയിങ് ടു പേ 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇത് നമ്മൾ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 3 ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നൽകാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. 8,000 ആണ് വരുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. December 31 എല്ലാ വർഷവും ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത്. ഇനി ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത് 29,800 ആണ്. വെണ്ടർ ചാർജസ് ഇൻട്രസ്റ്റ് 5% per annum. 5% ഇൻട്രസ്റ്റ് വെണ്ടർ ചാർജ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ ബയർ ടു ദ സെല്ലർ എവറി ഇയർ. ബയർ സെല്ലർക്ക് എല്ലാ വർഷവും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും കൊടുക്കുന്ന എമൗണ്ടിൽ ഇൻട്രസ്റ്റ് എത്ര വരുന്നു നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി മെഷീൻ വാങ്ങിച്ചു, സെഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് സെഡ് വാങ്ങിച്ചത്. അപ്പോൾ ബയർ എ ലിമിറ്റഡ് ആണ്, സെല്ലർ സെഡ് ലിമിറ്റഡ് ആണ്. 2016 വാങ്ങിച്ചത്. അപ്പോൾ നമ്മളൊരു അസറ്റ് ഹയർ പർച്ചേസ് പ്രകാരം വാങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഒരു എമൗണ്ട് കൊടുക്കും, അതിനെ പറയുന്ന പേരാണ് ഡൗൺ പേയ്മെൻറ്റ്. സോ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന അസറ്റ് വാങ്ങിച്ചത്. അങ്ങനെ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. 8,000 രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് വരുന്നത്. December 31, എല്ലാ വർഷവും December 31 ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആവുന്നത്. ഇനി ഇതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഹയർ പർച്ചേസ് അല്ലാതെ നേരിട്ട് പോയിട്ട് അസറ്റ് വാങ്ങുകയാണെങ്കിൽ, ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങുകയാണെങ്കിൽ 29,800 വരിക. 5% ഇൻട്രസ്റ്റ് ആണ് എല്ലാ വർഷവും അവർ ചാർജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, ഓരോ വർഷം എത്രയാണ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫേർഡ് പേയ്മെൻറ്റിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ വർഷത്തെയും ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് എത്ര കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 3 കൊല്ലത്തെ ഹയർ പർച്ചേസ് സിസ്റ്റമാണ്, 3 കൊല്ലം കൂടി കൂട്ടിയിട്ട് നമ്മൾ എത്ര കൊടുക്കണം, അതാണ് ഹയർ പർച്ചേസ് പ്രൈസ്. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങുന്നതാണ് ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ പേയ്മെൻറ്റും, ടോട്ടൽ പേയ്മെൻറ്റ് നമ്മൾ 3 കൊല്ലോ 4 കൊല്ലോ എത്ര വർഷത്തേക്കാണ് ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം വാങ്ങിച്ചാൽ അത്രയും വർഷം നമ്മൾ കൊടുത്ത ടോട്ടൽ എമൗണ്ടാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്, കൊടുക്കാനുള്ള എമൗണ്ട്. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ദ സ്പോട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഹയർ പർച്ചേസ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് ഒരു എമൗണ്ട് കൊടുക്കും, ഡൗൺ പേയ്മെൻറ്റ്.
അത് പ്ലസ് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ട് നോക്കുക, ആ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയൊക്കെ ടോട്ടൽ എമൗണ്ട്, അത് രണ്ടും ചേർന്നതാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അല്ലേ, ഹയർ പർച്ചേസിനാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ വാങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മളൊരു പൈസ കൊടുക്കണം വാങ്ങുന്ന സമയത്ത്, അപ്പോഴേ നമുക്ക് ഗുഡ്സ് ഡെലിവർ ആവുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ ബാലൻസ് എമൗണ്ട് ഓരോ വർഷമോ 6 മാസം കൂടുമ്പോഴോ ഓരോ മാസം കൂടുമ്പോഴോ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ടോട്ടൽ, അപ്പോൾ 3 കൊല്ലമാണെങ്കിൽ 3 കൊല്ലം നമ്മൾ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു എന്ന് വെച്ചാൽ അത് വേണ്ടി ചേർത്തിയതാണ്, ആഡ് ചെയ്തതാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്കിപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് കണ്ടുപിടിക്കാം. ക്യാഷ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്, ഹയർ പർച്ചേസ് പ്രൈസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഹയർ പർച്ചേസ് പ്രൈസ് കണ്ടുപിടിക്കാൻ ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2016 ഈ മെഷീനറി വാങ്ങിയ ഉടനെ 8000 രൂപ കൊടുത്തു, ഇമ്മീഡിയറ്റ്ലായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്, ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ 8000 രൂപ ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് 3 into എന്താണ് 3 ഇൻസ്റ്റാൾമെൻറ്റ്, 3 ഇൻസ്റ്റാൾമെൻറ്റാണ് കൊടുക്കുന്നത് അല്ലേ. അതായത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ബാലൻസ് എമൗണ്ട് എഗ്രി ടു പേ 3 ഇൻസ്റ്റാൾമെൻറ്റ്, 3 ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പൈസ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ട് അല്ലേ. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 8000 ആണ്, അങ്ങനെ 3 ഇൻസ്റ്റാൾമെൻറ്റ് വരുമ്പോൾ എത്ര പൈസയായി, 24,000 ആയി അല്ലേ. അപ്പോൾ 24,000 പ്ലസ് 8,000 അത്രയും എമൗണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. 8,000 പ്ലസ് 24,000 32,000 ആണ് അവിടെ എന്ത് വരുന്നത്, ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. അതായത് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം തുടക്കത്തിലൊരു 8000 കൊടുത്തു, പിന്നെ 3 വർഷമായിട്ടാണ് ബാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. സോ 3 into 8,000 പറഞ്ഞാൽ 24,000. 24,000 പ്ലസ് 8,000 എത്രയാണ്, 32,000 ആണ് അവിടെ ഹയർ പർച്ചേസ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് കണ്ടുപിടിച്ചു. ക്യാഷ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 29,800. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായി, 32,000 29,800. ഇനി നമ്മളോട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹയർ പർച്ചേസ് പ്രൈസ് എപ്പോഴും കൂടുതലായിരിക്കും, ക്യാഷ് പ്രൈസ് എപ്പോഴും കുറവായിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് പോലുള്ള എമൗണ്ടുകൾ ഉണ്ടാകുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ എന്തായിരിക്കും, ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് കുറച്ചതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ഇപ്പോൾ 3 കൊല്ലത്തേക്കാണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് വെച്ചാൽ 3 കൊല്ലത്തെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ടോട്ടൽ ക്യാഷ് പ്രൈസ്, ഹയർ പർച്ചേസ് മൈനസ് ക്യാഷ് പ്രൈസ്, അതാണ് എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, എത്രയാണ് 2,200. നമുക്ക് ഹയർ പർച്ചേസ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു 32,000 ആണ്. ക്യാഷ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 29,800 ആണ്. സോ ഇതിന് തമ്മിൽ ഡിഫറൻസ് ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്, 2,200 ആണ്. ഇനി വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ആസ് ഫോളോസ്. നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എന്ത് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര അറിയാം, 2,200 ആണെന്ന് അറിയാം അല്ലേ. ഇനി നമുക്ക് എന്തറിയാം, ടോട്ടൽ ക്യാഷ് പ്രൈസ് എത്രയാണ്, 29,800 ആണ്. അപ്പോൾ ഓരോ വർഷത്തെയും ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്, 8000 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. സോ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ എത്രയാണ് എമൗണ്ടാണ് വരുന്നത് നോക്കുക. അതായത് 29,800 ഫസ്റ്റ് അല്ലേ, അസറ്റ് വാങ്ങിയ ഉടനെ വാങ്ങുമ്പോഴുള്ള ക്യാഷ് പ്രൈസ്. അതിൽ നമുക്കൊരു 8,000 നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു അല്ലേ. ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ എത്ര ഇനി കൊടുക്കാനുണ്ട്, ബാലൻസ് 21,800 കൊടുക്കാനുണ്ട് അല്ലേ. 21,800 ആണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ടൈമിൽ ഡ്യൂ ആവുന്നത്. അപ്പോൾ 21,800 മീതെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ 21,800 മീതെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100. ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് എത്രയാണ്, 21,800 ആണ്. അത്രയും പൈസ ആണ് ഇനി കൊടുക്കാനുള്ളത്. അതിൻ്റെ മീതെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ 21,800 ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ 1,090 ആണ് ആ പറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റിൽ എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത്. ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1,090 ആണ്. ഇനി ക്യാഷ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ഇനി നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുകയാണ്. അതിന് ശേഷം അപ്പോൾ എന്താ, ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്, 8000 ആണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കുറച്ചാൽ എത്ര വരും, 6,910 ആണ് അവിടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് നമ്മുടെ ക്യാഷ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 6,910 നിന്ന് എന്ത് ചെയ്യണം,
പിന്നെ അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് കുറയ്ക്കണം. അപ്പോൾ 6,910 ആണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്. ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 8,000 രൂപ ഇൻട്രസ്റ്റ് ആണ്. 8,000 രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ അതിൽ 1,900 ആണ് എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ബാക്കി ക്യാഷ് പ്രൈസ് എന്ന് വരുന്നത് എത്രയാണ്, 6,910 ആണ്. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 6,910 ആണ്. 1,900 എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ആണ്. ഇനി അടുത്ത് കണ്ടുപിടിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് എത്ര എമൗണ്ടാണ് നമ്മളിനി കൊടുക്കാനുള്ളത്, അതായത് ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കുന്ന എമൗണ്ട് ഏതിൻ്റെ മീതെയാണെന്ന് കണ്ടുപിടിക്കാൻ. ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ക്യാഷ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 21,800 ഇല്ലേ, 21,800 ആണ് കഴിഞ്ഞ വർഷം പെൻഡിങ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, ഈ പറയുന്ന എമൗണ്ട് കുറയ്ക്കണം. 21,800 മൈനസ് 6,910 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് മൈനസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് എമൗണ്ട് എത്രയാണ്, 6,910 ക്യാഷിലേക്ക് പോയില്ലേ. ഇനി എത്ര കൊടുക്കാനുണ്ട്, 14,890 ആണ് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കാനുള്ളത്. അതായത് ക്യാഷ് പ്രൈസിൻ്റെ മീതെയാണ് ഇവിടെ എല്ലാം കാണുന്നത്. അപ്പോൾ 14,890 ആണ് നമുക്കിനി കൊടുക്കാനുള്ളത്. ഇനി അതിൻ്റെ മീതെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അത് വന്നിട്ടുള്ള 745 ആണ്. ഇനി ആ 745 നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്യുക. അതായത് ക്യാഷ് പ്രൈസിൽ നിന്ന് ആ 745 നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് എത്രയായിരുന്നു, 8,000 ആയിരുന്നു. 8,000 745 മൈനസ് ചെയ്താൽ 7,255 കിട്ടും. ഇനി നമ്മൾ വീണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് ഓഫ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ എമൗണ്ട് എത്രയായിരുന്നു, 14,890 ആണ്. അതിൽ നിന്ന് 7,255 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 7,635 ആണ് നമുക്ക് എന്ത് കിട്ടുക, ലാസ്റ്റ് ക്യാഷ് പ്രൈസ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ ഇൻട്രസ്റ്റ്, അതിലെത്ര ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, ആ ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ഇൻട്രസ്റ്റ് ആണ്, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ദറ്റ് ഈസ് 8,000 മൈനസ് 7,635. സോ 365 ആണ് ലാസ്റ്റ് എമൗണ്ട് വരുന്നത്. 365 ആണ് ലാസ്റ്റ്. അതായത് നമ്മൾ അവസാനത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ ബാലൻസ് എമൗണ്ട് കണ്ടുപിടിച്ചാൽ മതി. ഔട്ട്സ്റ്റാൻഡിങ് 7,635 എന്ന് 8,000 കുറച്ചാൽ ബാക്കി വരുന്നത് ഇൻട്രസ്റ്റ് ആണ്, എന്ത്, ലാസ്റ്റ് ഇയർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് മൊത്തം ആ ഒരു ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം എത്ര ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എന്നാണ്. ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇനി ഫസ്റ്റ് നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം, ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും കൂട്ടിയത്. ഇനി ക്യാഷ് പ്രൈസും തന്നിട്ടുണ്ട്, ഹയർ പർച്ചേസ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. 2,200 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ഇനി നമ്മളോട് ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയും നമുക്ക് അറിയണം. ഓരോ വർഷവും എത്ര എമൗണ്ടാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നുണ്ട്, 8,000. ആ 8,000 എത്ര രൂപ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നുണ്ട്, ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 8,000 ആണെങ്കിൽ ആ 8,000 നമ്മൾ പണ്ട് സാധാരണ മലയാളത്തിൽ പറയും, നമ്മൾ ഒരു ലോൺ എടുക്കുമ്പോൾ മുതലിലേക്ക് എത്ര പൈസ പോവും, അത് പലിശയിലേക്ക് എത്ര പോകുന്നുണ്ട് എന്നറിയാം. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓരോ വർഷം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ അതിൽ എത്ര ഇൻട്രസ്റ്റ് ആണ്, എത്ര മുതലിലേക്ക് പ്രിൻസിപ്പലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കില്ലേ, ആ ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടല്ലോ, ക്യാഷ് പ്രൈസിൻ്റെ മേലെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആവുന്ന സമയത്തുള്ള എമൗണ്ട് എത്രയെന്ന്, ക്യാഷ് പ്രൈസ് എത്രയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ക്യാഷ് പ്രൈസ് 29,800 ആണ്. ഡൗൺ പേയ്മെൻറ്റ് ഒരു 8,000 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ്, 21,800 ആണ് ആദ്യത്തെ കൊല്ലം ഡിസംബർ 31 ആവുമ്പോൾ നമ്മൾ അടയ്ക്കാനുള്ള പൈസ എന്ന് പറയുന്നത്. എത്ര അടയ്ക്കാണ്ട്, 21,800 അടയ്ക്കാനുണ്ട്. ആ 21,800 മീതെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ വർഷം ഇൻട്രസ്റ്റ് കണക്കാക്കുക. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്, ടോട്ടൽ ക്യാഷ് പ്രൈസ്
ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് എത്രയെന്ന് നോക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. അപ്പോൾ 21,800ൻ്റെ 5%ആണ് നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ വരുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ക്യാഷ് വന്നിട്ടുണ്ടെന്ന്, ക്യാഷ് എമൗണ്ട് എത്ര വന്നിട്ടുണ്ട്, അതായത് മുതലിലേക്ക് എത്ര വന്നിട്ടുണ്ടെന്ന്. സോ ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. 8,000 മൈനസ് മുന്നത്തേലുള്ള ഇൻട്രസ്റ്റ് എത്രയാണ് 1,090. സോ 6,910 ആണ് അവിടെ എന്ത് വന്നിട്ടുള്ളത്, ക്യാഷ് പ്രൈസ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അതായത് മുതലിലേക്ക് എത്ര പോയിട്ടുണ്ട്, 6,910 നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 8,000 അടച്ചു. എല്ലാം ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 8,000 അടച്ചപ്പോൾ ഇൻട്രസ്റ്റിലേക്ക് പോയത് 1,900, മുതലിലേക്ക് പോയത് എത്രയാണ് 6,910. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് എത്ര ഇനി പൈസ കൊടുക്കാനുണ്ട് നോക്കിക്കഴിഞ്ഞാൽ 21,800 തൊട്ട് മുന്നത്തെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയത്ത്. അതിന്ന് നമ്മൾ 6,910 കണ്ടുപിടിച്ചത്. അത് കുറയ്ക്കുക. അപ്പോൾ ബാക്കി 14,890 നമ്മൾ അടുത്ത സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് നമ്മൾ പെൻഡിങ് ഉള്ളത്. ഇതിൻ്റെ മീതെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത്. അതിൻ്റെ മീതെ ഇൻട്രസ്റ്റ് കണക്കാക്കിയപ്പോൾ 745 കിട്ടിയത്. അതായത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 745. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണ്, 8,000 മൈനസ് എത്രയാണ് കിട്ടിയത്, 745 കിട്ടിയത്. സോ 7,255 രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയത്ത് ശേഷം നമുക്ക് വരുന്ന ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് നമ്മൾ എത്ര ഇനി ബാലൻസ് പെൻഡിങ് ഉണ്ട്, 14,890 അതിന് എത്ര മൈനസ് ചെയ്യുക, 7,255 നമുക്ക് ക്യാഷ് പ്രൈസ് വന്നിട്ടുള്ളത് അല്ലേ. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ അത് കുറയ്ക്കുക. ഇനി ബാലൻസ് എത്ര കൊടുക്കാനുണ്ട്, 7,635 കൊടുക്കാനുണ്ട്. അതിലെത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്, 8,000. ഇതിൽ പെർസെൻറ്റേജ് 7,635 കാണേണ്ട ആവശ്യമില്ല. എന്നിങ്ങനെ ചെയ്യാം നമുക്ക്. ഇൻസ്റ്റാൾമെൻറ്റ് 8,000 ആണല്ലോ, അതിൽ ഇൻട്രസ്റ്റ് എത്രയാണ് 7,635. അപ്പോൾ നമുക്ക് എത്ര ഇനി ബാലൻസ് ഉള്ളൂ, 365 ഇനി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ താഴെയാണല്ലോ അത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും 7,635 കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ 8,000 കൊടുത്തോടുകൂടി എന്തായി, നമ്മുടെ ഇത് കഴിഞ്ഞു അല്ലേ. നമ്മുടെ അതിപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കാണേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇതിൽ നേരെ ബാലൻസ് എമൗണ്ട് എടുത്താൽ മതി. അപ്പോൾ 8,000 രൂപയാണ് നമ്മുടെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇനി 7,635 കൊടുക്കാനുള്ളൂ. അപ്പോൾ ബാക്കി എമൗണ്ട് 365 നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ വർഷത്തെയും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി ഇതിൽ വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. നമ്മൾ 2,200 നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ അതിൽ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ 2 വർഷത്തെ ഇൻട്രസ്റ്റ് പറയുന്നത് 1,835. അപ്പോൾ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടും എടുക്കാം. ബാലൻസ് ഫിഗറാണ് എപ്പോഴും എടുക്കുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റിൽ നിന്ന് ഈ 2 ഇൻട്രസ്റ്റ് കുറച്ച് ബാക്കി ഫിഗറാണ് എടുക്കുക. അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ തന്നെ വേറൊരു സ്റ്റെപ്പായിട്ട് ചെയ്യാനുണ്ട്, ടേബിളിലായിട്ട് ചെയ്യാം. ഒന്നുമില്ല, സെയിം സംഭവം തന്നെ നമുക്ക് ടേബിളിലായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്യാഷ് ആദ്യത്തെ കോളത്തിൽ നമ്മൾ ക്യാഷ് പ്രൈസ് ഇങ്ങനെ കുറച്ച് വന്നിട്ടില്ലേ, അതാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ്, മൂന്നാമത്തെ കോളത്തിൽ ഇൻട്രസ്റ്റ്, നാലാമത്തെ കോളത്തിൽ ക്യാഷ് പ്രൈസ് ഓഫ് ദ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ആദ്യം 8,000 ആണെങ്കിൽ 8,000 എത്ര ഇൻട്രസ്റ്റിക്ക് പോയി, എത്ര ഇതിലേക്ക് ക്യാഷിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നോക്കാം, നമ്മൾ 29,800 ആയിരുന്നു ടോട്ടൽ എമൗണ്ട്. അതിൽ ഡൗൺ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് 8,000. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് കാണിക്കുക. 8,000 എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ആ ഡൗൺ പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഇല്ല, അത് ഫുൾ എമൗണ്ട് മുതലിലേക്ക് എടുക്കുക ചെയ്യുക. അവിടെ ഇൻട്രസ്റ്റ് വരുന്നില്ല. അതെന്താ കാരണം, നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്ന ഒരു പൈസയാണ്. അടുത്തതാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തത് വർഷം മുതലാണ് നമ്മൾ ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കോളത്തിൽ ശ്രദ്ധിക്കുക, 29,800 ആയിരുന്നു നമ്മുടെ നമ്മുടെ എമൗണ്ട് അല്ലേ. അതിന്ന് അതായത് ക്യാഷ് പ്രൈസ് ആയിട്ട് നമ്മൾ അസറ്റ് വാങ്ങുകയാണെങ്കിൽ 29,800 ആയിരുന്നു. ഡൗൺ പേയ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് എത്ര, 8,000 എന്ന് പറയുന്നത്. സോ ആ 8,000 മൈനസ് ചെയ്യുക. അപ്പോൾ 21,800 ആണ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള പൈസ എന്ന് പറയുന്നത് 8,000, 21,800 രൂപയാണ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്, 8,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് 8,000 ഇൻസ്റ്റാൾമെൻറ്റ് കോളത്തിൽ എഴുതി.
ഇനി ആ വർഷത്തെ ഇൻട്രസ്റ്റ്, ഈ 8000 എത്ര ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 21,800 ഇൻറ്റു 5/100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1090 കിട്ടും. ഇനി ഇതിലെത്ര മുതൽ ക്യാഷ് പ്രൈസിൽ എത്ര വന്നിട്ടുണ്ട്? ഇൻട്രസ്റ്റ് 1090 ആണെങ്കിൽ ആ ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ക്യാഷ് ഉണ്ട്, ക്യാഷ് പ്രൈസ് എത്ര ഉണ്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? 8000 മൈനസ് 1090. അപ്പോൾ 6910 അവിടെ എത്ര വന്നിട്ടുള്ളത്? ക്യാഷ് പ്രൈസ് വന്നിട്ടുള്ളത്. സോ ഈ 6910 നമ്മുടെ ക്യാഷ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അത് നമ്മൾ കുറയ്ക്കണം. അത് കുറയ്ക്കുക. ഇൻട്രസ്റ്റ് ഇല്ലാത്ത എമൗണ്ടാണ് നമ്മൾ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ 14,890 കിട്ടും. ഈ 14,890 നമ്മൾ എന്തടയ്ക്കും? 8000 അടയ്ക്കും. പക്ഷെ നമുക്കതിൽ ഇൻട്രസ്റ്റ് എത്ര വരുന്നുണ്ട്? 14,890 ഇൻറ്റു 5/100 ആണ് എന്ത് വരിക? ഇൻട്രസ്റ്റ് വരിക അല്ലേ? 745 ഇൻട്രസ്റ്റ് വന്നു. ഇനി ലാസ്റ്റ് നമ്മളെന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ പ്രിൻസിപ്പൽ, അതായത് ഇതിലേക്ക് എത്ര പോയി, മുതലിലേക്ക് എത്ര പോയി? 8000 മൈനസ് 745. 7255 ഇതിലേക്ക് എടുത്തിട്ടുണ്ട്, ക്യാഷ് പ്രൈസിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യുക. അപ്പം നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് നമ്മൾ അടയ്ക്കാനുള്ളത് എത്രയാണ്? 7635 അടയ്ക്കാനുള്ളൂ. പക്ഷെ നമ്മൾ എത്ര ഇൻസ്റ്റാൾമെൻറ്റ്? 8000 ആണ്. അപ്പോൾ ബാലൻസ് ഫിഗർ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാം. നമ്മൾ എത്ര അടയ്ക്കണം? ക്യാഷ് പ്രൈസിലേക്ക് എത്ര എടുക്കണം? 7635. 365 എന്തെടുക്കുക? ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ അത് ഫിനിഷായി. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ വഴി നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി. രണ്ടാമത്തെ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ കണ്ടുപിടിക്കാം. ഒന്നുമില്ല, ഇതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ടല്ലോ, ആ ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ക്യാഷ് പ്രൈസാണ്, എത്ര ഇൻട്രസ്റ്റ് ആണ്, അത് നമ്മൾ വേറെ വേറെ കണ്ടുപിടിച്ചു എന്ന് മാത്രം. 8000 കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 5% ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ എമൗണ്ട് എത്രയാണ്? പിന്നെ ക്യാഷായിട്ട് എത്ര, നമ്മൾ മുതലിലേക്ക് എത്ര പോകുന്നുണ്ട്, പലിശയിലേക്ക് എത്ര പോകുന്നുണ്ട്, പലിശയായിട്ട് എത്ര പോകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റ്യൻ വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ. ഓക്കെ, താങ്ക് യു.